നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടക്കോട്ട് നോക്കി മാത്രം കുരയ്ക്കുന്ന സാംസ്കാരിക നായകർ ഇപ്പോൾ തെക്കോട്ട് നോക്കി കുരച്ചു തുടങ്ങിയിട്ടുണ്ട്. തെക്കോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങ് കേരളത്തിലേക്ക്, സെക്രട്ടേറിയറ്റിലേക്ക്, ക്ലിഫ് ഹൗസിലേക്ക് നോക്കി കുരയ്ക്കുന്നു. ഇനിയും കസേരയിൽ അള്ളിപ്പിടിച്ചു കിടക്കാതെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പൊട്ടിത്തെറിച്ച് സാംസ്കാരിക നായകർ. ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പതിക്കുകയാണോ എന്ന് വിറയ്ക്കുകയാണ് CPM. ഇതുവരെ താങ്ങി നിന്നവരെല്ലാം ചവിട്ടി പുറത്താക്കുന്നു, പൊതുമധ്യത്തിൽ ആട്ടുന്നു. ഇടതുപക്ഷത്തിന് കുഴലൂത്ത് നടത്തി സെലക്ടീവ് വിഷയങ്ങളിൽ മാത്രം പ്രതികരിച്ചിരുന്നവർക്കും നേരം വെളുത്തോ എന്നാണ് സംശയം. PM ശ്രീയിൽ പിണറായി വിജയൻ സകലരെയും പിന്നിൽ നിന്ന് കുത്തി. മന്ത്രിമാർ പോലും അറിയാതെ പദ്ധതിയിൽ ഒപ്പിട്ടത്. പിണറായി വിജയന്റെ കാലുവാരൽ കണ്ട് ഞെട്ടി പണ്ടാരമടങ്ങിയിരിക്കുകയാണ് എഴുത്തുകാരും. ഇപ്പോൾ ഇനി ഒരു നിമിഷം ആ കസേരയിലിരിക്കാൻ പിണറായി വിജയന് യോഗ്യതയില്ല എന്ന് പച്ചയ്ക്ക് പറയുന്നു. പ്രഖ്യാപിത നിലപാട് തിരുത്തി കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാനാണ് PM ശ്രീ നടപ്പാക്കുന്നത് എന്ന സർക്കാർ വിശദീകരണത്തോട് കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എതിർത്തും അനുകൂലിച്ചുമൊക്കെയാണ് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിന്റെ സുസ്ഥിരവും സുതാര്യവുമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കേന്ദ്രം കൈകടത്തുന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണിവർ. പിണറായി വിജയൻ BJPയുമായി അവിഹിത കച്ചവടത്തിന് പോയി എന്നാണ് സാറ ജോസഫ് വെട്ടിത്തുറന്നു പറഞ്ഞിരിക്കുന്നത്. കാലം കാത്തിരിക്കുകയാണ് കമ്മ്യൂണിസത്തിന് ഹിന്ദുത്വയിൽ ഉണ്ടാകുന്ന PM ശ്രീ കുട്ടികൾക്കായി. ഒരൊറ്റ വാചകത്തിലൂടെ തന്റെ പ്രതിഷേധം അറിയിച്ചത് വലിയ ഒരു തിരിച്ചടിയായി. അതായത് പിണറായി വിജയന്റെ വായടപ്പിക്കുന്ന മറുപടിയാണ് അധ്യാപിക കൂടിയായ സാറ ജോസഫ് ഈ ഒരൊറ്റ വരിയിലൂടെ കൊടുത്തിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ നല്ലത് ഭരണം ഒഴിയലാണെന്നാണ് സച്ചിദാനന്ദൻ തുറന്നടിച്ചിരിക്കുന്നത്. സ്റ്റാലിനും മമതയും മാതൃകകൾ ആയിട്ടല്ല, പക്ഷേ ചിലപ്പോൾ നിലപാടുകൾ നിർണായകമാകുന്നു. സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ നല്ലത് ഭരണം ഒഴിയലാണ്. 25 വർഷം ജോലി കൊണ്ട് തന്നെ അധ്യാപകനായിരുന്നു ഞാൻ. തലമുറകളെ നുണ പഠിപ്പിക്കാൻ ഞങ്ങളെ പോലെയുള്ളവർ തയ്യാറാവില്ല. ഇടതുപക്ഷത്തെ പുനർനിർവചിക്കാൻ സമയമായി. അത് കീഴാളർക്ക് മേൽക്കൈയുള്ള ജനാധിപത്യമാണ്. എല്ലാത്തരം സമഗ്രാധിപത്യത്തിനും എതിർ നിൽക്കുന്നത്, എല്ലാ വർഗ വംശ ലിംഗ മത ജാതി മേൽക്കോയ്മകൾക്കും എതിർ നിൽക്കുന്നത്, കാണാത്തവരെ കാണിക്കുന്നത്, കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നത്, മുൻ മാതൃകകൾ ഇല്ലാത്തത്. ഇങ്ങനെ ഓരോരുത്തരായി പിണറായി സർക്കാരിനെയും CPMനെയും വിമർശിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ കമ്മ്യൂണിസം, പ്രത്യേകിച്ച് പിണറായിസം, അത് ഈ കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എല്ലാവരും ഇപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPIയുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ CPM മന്ത്രിമാർക്കിടയിലും അതൃപ്തി പുകയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി V ശിവൻകുട്ടിയുമല്ലാതെ മറ്റുള്ള മന്ത്രിമാരൊന്നും ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയെ CPI എതിർക്കുന്നതിനിടയിലും ധാരണാപത്രം തയ്യാറാക്കിയ വിവരം വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചില്ല. ശിവൻകുട്ടി വിവരം പങ്കുവയ്ക്കാതിരുന്നതും അഭിപ്രായം പോലും ചോദിക്കാതിരുന്നതുമാണ് മറ്റ് CPM മന്ത്രിമാരെ ചൊടിപ്പിക്കുന്നത്. കേന്ദ്ര ഫണ്ട് സ്വീകരിക്കുന്ന വിഷയമായിട്ടുകൂടി ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ പോലും അറിയിച്ചില്ലെന്ന പ്രതിഷേധവും സെക്രട്ടേറിയറ്റിൽ പുകയുന്നുണ്ട്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ചില CPM മന്ത്രിമാർ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് പിണറായി വിജയന്റെ മാത്രം തിട്ടൂരമാണ് എന്നുള്ളത് വ്യക്തമാകുകയാണ്. പല മന്ത്രിമാരും MLAമാരും ഒക്കെ മാധ്യമ വാർത്തകളിലൂടെയാണ് ഈ വിവരം അറിഞ്ഞത് എന്നാണ് പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. എല്ലാം പിണറായി വിജയൻ നിശ്ചയിച്ചു, ശിവൻകുട്ടി നടപ്പാക്കുകയും ചെയ്തു എന്ന തരത്തിലാണ് ഇപ്പോൾ വിലയിരുത്തൽ വരുന്നത്. പണ്ടുകാലത്ത് ഇത്തരത്തിലൊന്ന് CPM ഭരണകാലത്ത് സംഭവിക്കില്ല. എന്നാൽ ഇന്ന് പിണറായി നിശ്ചയിച്ചാൽ ആരും എതിർക്കാൻ പോലുമില്ല. കാരണം പിണറായിസമാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ PM ശ്രീയിലും ആരും പിണറായിയെയോ ശിവൻകുട്ടിയെയോ CPMൽ വിമർശിക്കില്ല. PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകളുടെ പട്ടിക കേരളം ഉടൻ കേന്ദ്രത്തിന് കൈമാറില്ല എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചുവെങ്കിലും പദ്ധതി നടത്തിപ്പ് നടപടികളിലേക്ക് അടിയന്തരമായി കടക്കേണ്ട എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. അത് വലിയൊരു പൊട്ടിത്തെറിയിൽ നിൽക്കുന്നതുകൊണ്ടാകാം സാവകാശം എടുത്ത് പതിയെ ചെയ്താൽ മതി എന്നുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുന്നത്. ഗുണഭോക്തൃ സ്കൂളുകളിലെ കേന്ദ്രം ഈ പട്ടികയിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. SSA ഫണ്ടിനായുള്ള ആദ്യ പ്രപ്പോസൽ ഉടൻ സമർപ്പിക്കും. SSAയ്ക്കായി 971 കോടി രൂപ അനുവദിക്കാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ തടഞ്ഞുവെച്ച വിഹിതങ്ങൾ നൽകാം എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ ഈ ഒരു നിലപാട്.
ആ ഫണ്ട് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കരഞ്ഞു മെഴുകി നടക്കുന്നത്. ഇതുകൂടാതെ വി ശിവൻകുട്ടിക്ക് മറ്റൊരു ഉത്തരവാദിത്വവും കൂടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കണം. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തു വരാൻ പോകുന്നത് കൊണ്ട് മുന്നണിയിൽ ഒരു തർക്കമുണ്ടാകരുത്, വിള്ളലുണ്ടായി നിൽക്കുകയാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരരുത്. അതുകൊണ്ട് എങ്ങനെയും CPIയെ കൂടെ നിർത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും CPI ജനറൽ സെക്രട്ടറി D രാജയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പദ്ധതിയെക്കുറിച്ചുള്ള CPIയുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത രംഗത്തേക്ക് വന്നിട്ടുണ്ട്. സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയാണ് കടുത്ത വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത്. 1.98 ലക്ഷം കോടിയുടെ വാർഷിക ബജറ്റ് ചെലവഴിക്കുന്ന ജനാധിപത്യ സർക്കാർ കേവലം 1500 കോടിക്ക് വേണ്ടി കേരള ജനതയെ ഒറ്റിക്കൊടുത്ത് പരിഹാസ്യരാകുന്നു എന്ന് നദ്വി കുറ്റപ്പെടുത്തി. 4 കോടിയോളം വരുന്ന പ്രബുദ്ധരായ കേരളീയ ജനതയെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന അതിനിഷ്ഠൂരമായ നിലപാടാണ് ഇത്. ഇതിനെതിരെ സാർവത്രികമായ പ്രചാരണം നടത്തപ്പെടുകയും ജനത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടെ നമ്മുടെ സംസ്ഥാനത്ത് ദേശീയ വിദ്യാഭ്യാസ നയം കൂടി നടപ്പാക്കേണ്ട ഗതികേടാണ് വരാനിരിക്കുന്നതെന്ന് മറ്റാരെക്കാളും സർക്കാരിനറിയാം. കാലങ്ങളായി ഫാസിസ്റ്റ് ഭരണം കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണത്തിന് മലയാള നാട്ടിലും ബോധപൂർവം പരവതാനി വിരിക്കുകയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ്. സഖ്യകക്ഷികളുടെ എതിർപ്പ് പോലും അവഗണിച്ച് PM ശ്രീയോടുള്ള CPMന്റെ വിധേയത്വം ചെറുക്കപ്പെടണം. വർഗീയതയിൽ അധിഷ്ഠിതമായ BJP RSS അസ്തിത്വത്തോട് വിയോജിക്കുന്നുവെന്ന് പെരുമ്പറയടിച്ച് നടക്കുന്ന ഭരണകക്ഷി കേരളീയ സമൂഹത്തെ ഒന്നടങ്കം ഇതേ വർഗീയതയിലേക്കും അതിലധിഷ്ഠിതമായ കാവ്യ സംസ്കാരത്തിലേക്കും നയിക്കുന്നതിന് സഹായകമായ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ന്യായീകരണം ചോദ്യം ചെയ്യാൻ ഓരോ കേരളീയനും സന്നദ്ധനാകേണ്ടതുണ്ടെന്നും ബഹാവുദ്ദീൻ നദ്വി പ്രസ്താവനയിൽ പറഞ്ഞു. വലിയ വിമർശനവും പൊട്ടിത്തെറിയുമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എല്ലാത്തിലും മൗനം പാലിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.